ഹരേ കൃഷ്ണ ഹരേ നാരായണ നമോ നമ. ശ്രീമൻ തിരുവടിയരുൾക ക്രിയായോഗം നിർമ്മലന്മാരായിടും സത്തുക്കൾ ഭഗവാനെ എന്തൊന്നുകൊണ്ട് പൂജിക്കുന്നിതു. തൽപൂജയാൽ അന്തരമില്ല മൃക്കൾക്ക് ഏറ്റവും ശ്രേയസ്സെന്നും ചൊല്ലുന്നിതത് കണ്ടു നാരദവ്യാസാദികൾ. വല്ലഭമുള്ള വ്യാഴൻ ശുക്രബ്രഹ്മാദിപുത്രൻ സർവവർണാശ്രമികൾ തങ്ങൾക്ക് സമ്മതമായി കേവലം ഒരു തരമോക്ഷതമായി കൊണ്ടു സ്ത്രീശൂദ്രന്മാർക്ക് ആനന്ദവുമായി കർമ്മബന്ധവിച്ഛേദമായിരുന്നിടുന്നൊരീ ക്രിയാമാർഗം. വിശ്വശാഭവാൻ ഭക്തനായിക്കൊണ്ടങ്ങരുൾ ചെയ്യുക. വിശ്വത്തിൽ മറ്റാരുള്ളതീ വക അരുൾ ചെയ്യുവാൻ. ചിന്തിക്കിൽ അന്തമില്ലാതിരിക്കും കർമ്മയോഗം. സംക്ഷേമമായിട്ടിക ചൊല്ലുവൻ കേട്ടുകൊള്ളുക. വൈദികം താന്ത്രികവും രണ്ടും സമ്മിശ്രമായും ഭേദിച്ചിടുക. മൂന്ന് വിധമായുള്ള മഹം മൂന്നിനാലിഷ്ടത്തോട് എന്നെ അർച്ചിക്ക വേണം എന്ന് പുരുഷൻ നിജത്വത്തെ താൻ പ്രാപിക്കുന്നിതന്നവൻ. നിഗമോക്തമാർഗേണ ഭക്തിയോടു എന്നെ പൂജിക്ക വേണം, അതിൻ്റെ വിധി കേൾക്കാം. സ്തണ്ടിലെ വന്യതങ്കലർച്ചിക്കാം സൂര്യങ്കലും അമ്പുവിൽ കൃത്യങ്കലോ ദ്വിജന്മാർ ഭക്തിയോടു ദ്രവ്യങ്ങൾ കൊണ്ട് പൂജിച്ചിടാം. തൽഗുരുവിനെ കേവലം ഞാനെന്നുറ്റു പൂജിക്കാം നിഷ്കളങ്കം. ദന്തശോധനാദികൾ സ്നാനവും ചെയ്തു പിന്നെ മൃഗൃഹണത്തിനാലു ശുദ്ധനായി വഴി പോലെ സൽഗുണസംജോ ഉപാസനാദികളായതെല്ലാം വേദോക്തം പോലെ ചെയ്തു നിത്യകർമ്മങ്ങളെയും സാധനം. പിന്നെ വേണ്ടും കർമ്മത്തിനായിക്കൊണ്ടും ദർഭയാലാസനത്തെ കൽപ്പിച്ചു വസിച്ചു. അതിൽ സൽപ്പുമാൻ സങ്കല്പത്തെ പ്രാച്യമായി കൽപ്പിക്കണം. ശിലയും ദാരുലോഹം ലേപ്യ ലേഖ്യ സൈഗതി വിലസും മണി മനമിങ്ങനെ 8 വിധം പ്രതിമ തന്നിൽ പ്രതിഷ്ഠിച്ചു കൊള്ളേണം എന്നെ. പ്രതിമ തന്നിൽ പ്രതിഷ്ഠിപ്പതോ 2 വിധം. മന്ദിരത്തിങ്കലാവാഹിച്ചിട്ട് സ്ഥിരാർച്ചനം. സ്തണ്ടിലെ കൽപ്പിച്ചുദ്വസിപ്പതാം അസ്ഥിരവും. പ്രതിഷ്ഠിച്ചുദ്വാസനമില്ലാത്തതല്ലോ സ്ഥിരം. പ്രതിഷ്ഠിച്ചുദ്വാസനം ചെയ്വതങ്ങ് അസ്ഥിരവും. സ്നാപനം അഭിലേപ്യേ അന്യത്ര വാർജനവും. അസ്ഥിരേ വികൽപ്പവും സ്തണ്ടിലെ 2മാകാം. ദ്രവ്യത്താൽ എന്നെ പ്രസിദ്ധവുമായ യജിച്ചിടാം. സേവയാമതിയാകും പിന്നെയോ പ്രതിമാസു. മൽഭക്തൻ എപ്രകാരം ഭാവത്താൽ മനസ്സിങ്കലേൽപ്പിച്ചവണ്ണം സ്നാനാദ്യലങ്കാരങ്ങൾ കൊണ്ട് വർച്ചിക്കാം. അതിനേതും സംശയമില്ല ഉദ്ധവാ. ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ രാമ.